ഹോളിവുഡ് സിനിമ, ഇപ്പം നമ്മൾ പല ഭാഷകളിലെ സിനിമ, കൊറിയൻ സിനിമകളൊക്കെ OTT-ലാണ് ഞാൻ കൂടുതലും കാണാറുള്ളത്. ഞാൻ ഇംഗ്ലീഷ് സിനിമകളൊന്നും പോയി ഭയങ്കര ഗംഭീരമായിട്ടുള്ള സിനിമകൾ വല്ലതും ഭയങ്കര അഭിപ്രായം കേട്ടാൽ മാത്രം വല്ലപ്പോഴും തിയേറ്ററിൽ പോയി കാണാറുള്ളൂ. പക്ഷെ ഇന്ന് ഒരു സിനിമ പോയി കണ്ടു. ഒരു രക്ഷയില്ലാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സിനിമ. സിനിമയുടെ പേര് ഒബ്സഷൻ. ഗംഭീര സിനിമ. കറി ബാർക്കർ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നായകനും നായിക കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എൻ്റെ സസ്പെൻസും കാര്യങ്ങളും ഒക്കെ അങ്ങ് പോകും. സസ്പെൻസ് ഉണ്ട്, ഹൊററുണ്ട്, ഈ പറഞ്ഞ പോലെ ലവ് ഉണ്ട്, എല്ലാം ചേർന്ന പടം ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ഡയറക്ഷനൊക്കെ കിണ്ണം കാച്ചി ഡയറക്ഷൻ. കൊച്ചു പടം എന്ന് പറയാം. കാരണം ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ചരിത്ര നേട്ടമാണ് ഈ സിനിമ. കാരണം 10 കോടി താഴെയുള്ള ഈ സിനിമയുടെ ചെലവ് എന്ന് പറയുന്നത്. വെറും 10 കോടി. ഹോളിവുഡ് സിനിമയെന്ന് ആലോചിക്കണം. നമുക്കിവിടെ തട്ടിക്കൂട്ടുണ്ടാക്കുന്ന മലയാള സിനിമയ്ക്ക് പോലും ചിലപ്പം 8 കോടിയും 10 കോടിയും ബഡ്ജറ്റ് ആകുന്ന സമയത്ത് 10 കോടി താഴെ ഉള്ള ഒരു ഹോളിവുഡ് സിനിമ 2500 കോടിക്കടുത്ത് ഇതുവരെയും വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടി. അത്രയ്ക്കുണ്ട് ആ സിനിമ. കാരണം കുഞ്ഞു സിനിമയാണ്, പക്ഷെ നല്ല രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നതും അതിൻ്റെ ടെക്നിക്കൽ ക്രൂവും. ബെസ്റ്റ് ഫിലിം എന്ന് പറയും, ഹോളിവുഡിലെ ബെസ്റ്റ് ഫിലിം. അത് ഹോളിവുഡിന് ഒരു കണ്ണ് തുറക്കുന്നതിനുള്ളൊരു പരിപാടി. കാരണം കോടിക്കണക്ക് 2500 കോടി മുടക്കി നഷ്ടമാകുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലുള്ള ചെറിയ പടങ്ങൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ ലോകത്തെവിടെ ഹിറ്റാകും എന്നുള്ളതാണ്. ഈ അടുത്തിടയിലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ തിയേറ്ററിൽ ഇത് വന്നത്. കേരളത്തിൽ തിയേറ്ററിൽ വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോയപ്പോൾ നല്ല ആളുണ്ട്. ഇതൊക്കെ നല്ല ആളുണ്ട് ആ പടം കാണാനും. അന്നേരം നല്ല സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ ഭാഷയോ ഒന്നും ഒരു പ്രശ്നമല്ല. ഒബ്സഷൻ നിങ്ങൾ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്ന് OTT വന്നാലും നിങ്ങൾ OTT ഒരിക്കലും മിസ്സാക്കാത്തോളം. കിണ്ണം കാച്ചി ഐറ്റം, തീ ഐറ്റം എല്ലാം ചേർന്ന അടിപൊളി സിനിമ. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ OTT വരുമ്പോൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. ഓക്കെ.